എത്തി നമ്മളെത്തി സുഹൃത്തുക്കളെ. നമ്മള് വയനാട്ടിലായിരുന്നു, നമ്മൾ ആ ദുരന്ത ഭൂമിയിലായിരുന്നു, ആ വേദനയിലായിരുന്നു. ആര് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ. അവിടെ കുറച്ച് ജീവനുണ്ട്, പലരുടെ ബാർക്ക് റേറ്റിംഗും ഒക്കെ ആയിട്ട് തള്ളിമറിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. സുഹൃത്തുക്കളെ, അറിയുന്നുണ്ടായിരുന്നു എല്ലാം. ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മ കാണുക കാണുമായിരിക്കും, തന്റെ ഓർമ്മ കാണുമായിരിക്കും. തന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ. എന്താണ് തനിക്ക് എന്നോട് എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന് പറയാം. അല്ലടോ, കാമാത്തിപ്പുര അടച്ചു വാർത്ത കേട്ടു. താൻ പേടിക്കണ്ടേ? ഞാൻ അവിടെ വരെ ഒന്നും പോയില്ലേ. എടാ അതല്ല, താൻ പോയിരുന്നെങ്കിൽ, താൻ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്റെ കഥകൾ വരും ഈ പോക്കാണെങ്കിൽ. എടോ, അമ്മ സംഘടന മുന്നിൽ ഇന്നലെ നിർത്തണം. എന്തായി പിടിച്ചില്ലേ? അമ്മ സംഘടനയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മ എന്നാണ് ആ സംഘടനയുടെ പേര്. അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആദ്യം ആ പേര് മാറ്റണം. അമ്മ എന്ന സംഘടനയുടെ പേര് അമ്മ എന്ന് വെച്ചുകൊണ്ട് ഒരു അമ്മ ഇല്ലാത്ത ചെയ്തല്ലേ ചെയ്യുന്നത്. സ്വന്തം അമ്മ എന്നില്ല, പെങ്ങളെന്നില്ല, കേറി അങ്ങ് പിടിക്കുക. ഇവന്മാർക്കൊക്കെ ഇതിനും വേണ്ടി ദാരിദ്ര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുവാണ് ഇതൊക്കെ? അവർക്ക് നേരെ ആരോപണം വന്നപ്പോൾ തന്നെ അവർ കൂട്ടരാജി വെച്ചില്ലേടോ? എന്ന് എപ്പോ? അല്ല, ഈ കൂട്ടരാജി വെക്കുന്നതിന് മുന്നേ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന മുൻ ജനറൽ സെക്രട്ടറി ആ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു നിർത്തി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും അമ്മയ്ക്കെതിരല്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നാക്കങ്ങ് അകത്തിട്ട് വെള്ളം കുടിച്ചില്ല. അന്ന് രാത്രി തന്നെ വരുന്നു ആരോപണം. പിറ്റേ ദിവസം കിടക്കുന്ന പിടക്കുന്ന രാജി. ഇപ്പൊ 2 ദിവസം മോഹൻലാലടക്കമുള്ള എല്ലാവരും രാജിവെച്ച് ഓടി. എനിക്ക് ഇതിൽ ചിലത് പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? എടാ, താൻ ഇതിനകത്ത് ന്യായീകരണം കൊണ്ട് വന്നാൽ തന്നെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന് പറയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ നിലപാട് പറയണ്ടേ നമ്മൾ? എന്താണോ തരാൻ നിലപാട്? അതല്ല, അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കുന്നു. ഹെമ്മേ എന്ന് വിളിക്കുന്നുണ്ട് അവിടെ എല്ലാരും. തൊട്ട് പിന്നാലെ വന്ന് നിന്നിട്ട് മറ്റേ ആ രേവതി സമ്പത്ത് അനാവശ്യം പറയുന്നില്ലേ സിദ്ദിഖിനെതിരെ? അന്നുണ്ടായിരുന്നോ മുറിയിൽ? ഉണ്ടായിരുന്നോ? ഇല്ലല്ല. അപ്പൊ പിന്നെ എന്താ? അത് കഴിഞ്ഞിട്ട് താൽക്കാലികമായി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ബാബുരാജ് വരുന്നു. തൊട്ട് പിന്നാലെ ബാബുരാജിനെതിരെ ആരോപണം. കേറി പിടിച്ചു. കണ്ടായിരുന്നോ? കേറി പിടിച്ചോ? ഇല്ല എന്ന് കണ്ടായിരുന്നു. എനിക്കിതിൽ സംശയമുണ്ട്. ഇത് തെറ്റായ ആരോപണമാണ് എന്ന് ഈ നടിമാർക്കെതിരെ കേസെടുക്കണം. എന്തിനാണാവോ? ഈ വെറുതെ ആരോപണം ഉന്നയിക്കുന്നതിന്. ഈ വെറുതെ ആരോപണമാണെന്ന് തെളിഞ്ഞാൽ മാത്രം കേസെടുത്താൽ മതിയല്ലോ. എടോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയാണ്. ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം മാത്രമാണ്. ഈ നടന്മാർ ആരോപണ വിധേയരാണ്, അല്ലാതെ തെറ്റുകാരല്ല. അതിന് തെറ്റുകാരാണോ അല്ലാന്ന് തെളിഞ്ഞിട്ടില്ല. അതിനുശേഷം പോലെ അവരെ കടിച്ചു കീറുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത് രേവതി സമ്പത്തിന്റെ മുമ്പിൽ നിന്നോണ്ട് സിദ്ദിഖ് സ്വയംഭോഗം ചെയ്തെന്ന് ലജ്ജ ഉണ്ടോടോ ഇത് പറയാൻ അവർക്ക്? എടോ, ലജ്ജ ഇല്ല കാണിക്കാൻ. അത് കാണിക്കാൻ താൻ അവിടെ ഉണ്ടായിരുന്നോടോ? ആരോപണ വിധേയൻ. ആരോപണ വിധേയൻ ആണോ? മുകേഷ് എം.എൽ.എ രാജിവെക്കണമെന്ന്. എടോ, അയാൾ വേണം ആദ്യം പടിയടിച്ച് പിണ്ടം വെക്കാൻ. അയാളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സുഹൃത്തുക്കളെ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഇയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ? ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല എന്ന്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അമ്മയ്ക്കെതിരല്ല എന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന? അമ്മയിൽ ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത് ആ പറഞ്ഞ MLA ആണ്. കാരണം ഈ MLAക്ക് ഈ പറയുന്ന സ്ത്രീകൾ പറയുന്ന ഈ ആരോപണങ്ങളൊന്നും ഒരു പുത്തരിയല്ല. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം ഭാര്യ തന്നെ പറയാൻ തുടങ്ങി, പിന്നെ രണ്ടാമത്തെ ഭാര്യ പറയാൻ തുടങ്ങി, ഇപ്പോഴിത് അയൽവക്കക്കാരിലെ വീട്ടിലെ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഫ്രഷ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ കയറി അമ്മയെ പിടിച്ചു എന്നാണ്. അവർ നല്ല അടിയും കൊടുത്ത് വിട്ടു എന്നാണ് അറിയുന്നത്. എടോ, പിന്നെ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടി നിങ്ങൾക്കല്ല പിന്നെ ആർക്കാ പറ്റുന്ന? ആ കൂട്ടരാജി വരെ വെച്ചു അവർക്ക്. നിങ്ങൾ കൂട്ടരാജി വെച്ചെന്ന് പറഞ്ഞോണ്ട് അങ്ങനെയൊന്നും ഞങ്ങളുടെ ഗണേഷ് സഖാവിനെയും മുകേഷ് സഖാവിനെയും അല്ല, ഗണേഷ് സഖാവ് എന്ന് പറയുന്ന ആ സഖാവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ ഔഷധ ഗുണം ഇല്ലടേ, എന്നെ വെറുതെ വിടടേ എന്ന്. അതെ, നിങ്ങൾ എത്രയോ കാലങ്ങളായി ഒരു സരിതയുടെ പേരും പറഞ്ഞോണ്ട് ആ മനുഷ്യനെ കുത്തി നോവിക്കുന്നു. അയ്യോ, നൊന്തോടാ, നൊന്തോ? ഏട്ടാ വേറൊരു കാര്യം പണങ്ങട്ടെ അങ്ങോട്ട്. ഈ നമ്മുടെ ഭരണപക്ഷത്തുള്ള ഒരു മന്ത്രി ഉണ്ടല്ലോ, ജേർണലിസ്റ്റ് ആയിരുന്ന ആ മന്ത്രിയുടെ മുഖത്ത് നോക്കിയാണോ ഈ മുകേഷിന്റെ ഭാര്യ കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്? അന്ന് എന്തായിരുന്നു ഒരു ആറ്റിറ്റ്യൂഡ്? പറഞ്ഞു പറഞ്ഞ വീണ ജോർജിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് ആ വീണ ജോർജ് എന്താ നിലപാടെടുത്തിരിക്കുന്നത്? ആ MLA രാജിവെച്ച് പോകാൻ പറയാൻ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം? എന്താ? അല്ല, അവര് മിണ്ടൂലല്ലോ. കാരണം ഈ പറഞ്ഞ മുകേഷ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളാണല്ലോ. കൊല്ലം മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ നിർത്തിയതും പ്രത്യേക താല്പര്യപ്രകാരമാണല്ലോ. മനസ്സിലാക്കണം.
രാജിവെപ്പിച്ച ഇനി ഉപതെരഞ്ഞെടുപ്പ് വരണം, ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. അപ്പൊ തോക്കണം. ഞങ്ങൾ ശക്തരായ നേതാക്കളെ അവിടെ കൊണ്ട് നിർത്തും. ഓ, ശക്തനായ നേതാവിനെ കുറിച്ച് പറയല്ലേ. കൂടി പോയ ഒരു 1.25 വർഷം കൂടെ ഉണ്ട്. പോയിട്ടുണ്ട് ഇന്ന് ഡൽഹിയില് പ്രധാനമന്ത്രിയുടെ കാല് പിടിക്കാൻ എന്തേലും തരണേ അയ്യാന്ന്. എടോ പ്രധാനമന്ത്രി വന്നതിന് പോയതിനു ശേഷം എന്താ പറഞ്ഞത്? വ്യക്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ രേഖ കൊടുക്കണം എന്ന് പറഞ്ഞോ? ആ രേഖ കൊടുത്തോ? കൊടുത്തോ? എപ്പോ കൊടുത്തു? നമ്മൾ കൊടുക്കും. ആര് കൊടുത്തു? നമുക്ക് വാതിലിൽ മുട്ടിയവരിലേക്ക് വരാം. മുകേഷ് ആണ് ആദ്യം വാതിൽ മുട്ടിയത് എന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുന്നേ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഒരു കോൺഗ്രസ്കാരൻ പോയി മുട്ടിയല്ല. മുട്ടിയെങ്കിൽ അതിനെതിരെ എന്താണെന്ന് പറയാത്തത്? മുട്ടിയവന്മാർ ആരൊക്കെയാണോ കോൺഗ്രസ് എന്നില്ല ഭരണ കക്ഷി ബന്ധമെന്നില്ല ആരൊക്കെ മുട്ടിട്ടുണ്ടോ അവരൊക്കെ പുറത്ത് വരട്ടെ. കൃത്യമായ പേര് വിവരങ്ങൾ പുറത്ത് റിപ്പോർട്ടിനകത്തുണ്ടല്ലോ. റിപ്പോർട്ടിനകത്തുണ്ടല്ലോ പേര് വിവരങ്ങൾ കൃത്യമായി ഉണ്ടല്ലോ. ഞങ്ങള് 7.5 വർഷം ഇതെടുത്ത് കഷത്തി വെച്ചോണ്ടിരുന്നിട്ട് ഒരു നടപടി എടുത്തില്ലെന്ന്. 7.5 വർഷമല്ല. എന്ത് പഠിച്ചിരുന്നു നിങ്ങള്? എന്ത് പാച്ചിരുന്നു? എന്നിട്ട് ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന സർക്കാരാണെന്നാണോ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൂക്കി വെച്ചാൽ ഇവർക്ക് വല്ലതും കിട്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് കുറച്ച് മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു. അല്ലെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്താ പറയുന്നത്? ഇതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അതായത് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരാണ്. ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അറിയില്ല എന്ന് പറയട്ടെ, അയാളെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളെന്നാണല്ലോ വെപ്പ്. ശരി, ഈ വകുപ്പ് മന്ത്രിക്ക് എങ്ങനെ ഇതിനെ കുറിച്ച് ഒരു അറിവ്, വിവരം, വിവേകം? അതെങ്ങനെ? സുഹൃത്തുക്കളെ, അല്ല, ഈ ദിവസം പൃഥ്വിരാജ് പറഞ്ഞത് എന്താണ്? പൃഥ്വിരാജ് പറയുകയായിരുന്നു, മറ്റൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലൊരു കമ്മീഷനെ നിർത്തി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇത് ഇന്ത്യൻ മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതെ, വളരെ നല്ല രീതിയിൽ അഭിമാനിക്കാം. കാരണം ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രഹസ്യം പോലും പുറത്തു പോകരുത് എന്ന് വെച്ചുകൊണ്ട് തന്നിൽ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പോകരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വയം ഇരുന്ന് ടൈപ്പ് ചെയ്ത ആ റിപ്പോർട്ടും പ്ലസ് എന്താണ് അതിന്റെ നമുക്ക് കൊണ്ടുവരേണ്ട പല മാർഗരേഖകൾ അടക്കം കൊണ്ടുവന്നിട്ടും ഈ 7.5 വർഷം അതിന്റെ മുകളിൽ അടയിരുന്ന സംസ്ഥാന സർക്കാരിനെ കൊടുക്കണം ഒരു കയ്യട്ടി. പാടോ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ നടപടിയെടുത്തത്. ഒരു കമ്മീഷനെ വെക്കുന്നു, കൃത്യമായ അതിൽ നടപടിയെടുക്കുന്നു. ഇപ്പോൾ ഞങ്ങളാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ നമ്മൾ തയ്യാറാകും. അപ്പൊ നേരത്തെ പറഞ്ഞ 49 മുതൽ 52 വരെയുള്ള പേജ് അപ്പൊ നിങ്ങൾ പേരൊന്നുമില്ല. വാതിലിൽ മുട്ടിയവര് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ആ വാതിൽ കുട്ടികളുടെ പേരുകളുള്ള പേപ്പർ എടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത്. നിർത്തണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വന്നാൽ നമ്മൾ നടപടി എടുക്കും. വന്നല്ലോ, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് പോലീസ് രാജിവെപ്പിച്ചതല്ല, അയാൾ വെച്ച് പോയതാ ഗതികേട് കൊണ്ട്. കാരണം നാണം പിണറായി വിളിച്ചു പറയുന്നത് രഞ്ജിത്തെ രാജിവെക്ക്. അയ്യോ, അപ്പൊ സജിചെറിയാൻ അറിഞ്ഞില്ലായിരുന്നോ? ഇത് സജിചെറിയാൻ അറിയില്ല. അപ്പോ സംസ്ഥാന സർക്കാരിനിടയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നത അല്ലേ? പിന്നെ എന്തുകൊണ്ട് സജിചെറിയാൻ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തു? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് ഈ സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കാതെ അല്ലെങ്കിൽ ഇരകളാകുന്നവരുടെ പക്ഷത്ത് നിൽക്കാതെ എന്തിനാണ് ഈ കിടന്ന് മറ്റുള്ളവരുടെ സിനിമാ വ്യവസായത്തെ തകർക്കാനുള്ള ഗൂഢമായ നീക്കമാണ്. അതെ, എടോ ഇത്തരം സ്ത്രീകൾക്ക് ബഹുമാനവും സ്ത്രീകളുടെ അതായത് കൂലിക്ക് വേണ്ടി അവർ അഭിനയിച്ച കുടികൾക്ക് വേണ്ടി മതിലെട്ടിയതല്ലേ? പീഡിപ്പിച്ചെങ്കിൽ അന്നേരം വന്ന് പരാതി പറയണമായിരുന്നോ? അല്ലാതെ 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലോ വന്ന് പരാതി ഉണ്ടാക്കേണ്ടത്. ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് വരും, ചിലപ്പോ 20 കൊല്ലം കഴിഞ്ഞിട്ട് വരും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവസരം ചോദിച്ചു ചെല്ലുക, അവസരം കിട്ടിയില്ലെങ്കിൽ പീഡിപ്പിച്ചെന്ന് പറയാനാണോ? എടാ വ്യക്തമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് തന്നെയാണല്ലോ പറയുന്നത്. സപ്പോസ് ഇല്ലാന്ന് വിചാരിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ തെളിവുണ്ടെ കൊണ്ടുവരട്ടെ, അന്വേഷിക്കാം അങ്ങോട്ട്.
അയ്യോ ആര് അന്വേഷിക്കാൻ ഇറങ്ങുന്നേ? നാഴിക്ക് 40 വട്ടം പീഡന സംഘത്തിൽ ഇറങ്ങി. ആ 7 അംഗ സംഘത്തിലുണ്ട് കിടില ആള്. ആരാ? സ്വപ്ന സുരേഷിനെ കൊണ്ട് കള്ള മൊഴി പറയിപ്പിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനുണ്ടെന്നാ പറച്ചില്. ആരോപണം. ഇവർക്ക് മാത്രം നേരെ വരുന്നത് എല്ലാം ആരോപണം. ഇപ്പൊ ഹേമ കമ്മീഷനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ PC ജോർജ് എന്തിനാണ്? അതെ, PC ജോർജ് ചോദിച്ചത് കാര്യമല്ലേ? എന്തോ കണ്ടവരൊക്കെ ആരെങ്കിലും ഒക്കെ പുറകെ പോകാൻ നമുക്ക് കാര്യമുണ്ടോ? ഈ ഹേമ കമ്മിറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്റെ അഭിപ്രായം. അല്ല, നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ വലിയ പൊൻതൂവലാണെന്നോ ഭീകരമാണെന്നോ PC ജോർജ് അങ്ങനെ പറയുന്നുണ്ടോ? PC ജോർജ് ആണ് അങ്ങനെ പറഞ്ഞത്, വെക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? അതിനകത്ത് പറഞ്ഞ സ്ത്രീകൾ ആരൊക്കെ എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് സത്യാവസ്ഥ ഉള്ളതായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്രയും ഗൂഢനീക്കമാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. WCC ഫുൾ ഫോം പറ കേക്കട്ടെ. WCC അല്ലേ? അതായത് ആരാന്റെ അമ്മയുടെ നെഞ്ചത് തീർക്കുക, ഇത് തന്നെയാണ് പറയുന്നത്. കാരണം മറ്റേ മുഖ്യ ആൾക്കാർ വീഴുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ് കഴിഞ്ഞാൽ അതെ, മുഖ്യ ആൾക്കാർ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ കൈരളിയുടെ തലപ്പത്തിരിക്കുന്നവരിലേക്ക് വരണ്ട, കേട്ടല്ലോ. ആര് വന്നു കഴിഞ്ഞു? ഇതാ സ്വയമേ വന്നു കഴിഞ്ഞല്ലോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുടെ പക്ഷത്ത്? നിങ്ങൾ ആരുടെ പക്ഷത്താണ് സുഹൃത്തുക്കളെ? ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കും. മതി, പതിയെ മതി. ഇവിടെ ഒരു നിർബന്ധവും ഇല്ല. നിലപാട് വ്യക്തമാക്കുക ഇല്ലെങ്കിൽ നിർബന്ധവും ഇല്ല. കാരണം പേരുകൾ വരുമ്പോൾ അതിലില്ലാതെ ഇരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ പേര് വരുന്ന ആളൊന്നും അല്ലടാ ഞങ്ങളുടെ മമ്മൂക്ക. ആയിക്കോട്ടെ, വരാതിരുന്നാൽ നല്ലത്. കുറെ സംഖ്യകൾ പടച്ചു വിടുന്ന ഓരോന്ന് കേട്ടിട്ട് താൻ ഇവിടെ വന്ന് തന്റെ ജൽപ്പനങ്ങൾ കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താണ്? ഒന്നുമില്ല, നോ കമന്റ്സ്. തന്റെ ജൽപ്പനം എന്ന് ആട്ടാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക്. പക്ഷെ എന്തോ സിനിമയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. കൊല്ലത്തെ കുറച്ച് പെണ്ണുങ്ങൾ പറയുന്നു മുകേഷിനെ കൊല്ലത്ത് കയറാൻ അനുവദിക്കത്തില്ലെന്ന്. കൊല്ലം പറയുന്ന പോലെ കണ്ട വീടുകളിൽ കയറി മുകേഷിനെ MLA ഓഫീസിൽ കയറി തല്ലുവെന്ന്. എന്നാ നമുക്കതൊന്ന് കാണണം. ഈ കുഞ്ഞലിന്റെ ശബത്തി ചവിട്ടാൻ നിങ്ങള് അവിടെ കയറണം, ഞങ്ങൾക്കൊന്ന് കാണണം. ധൈര്യം നീ വാടാ, വന്നടിക്കടാ, വാടാ വാടോ. കൊല്ലംകാരാണ്, അടിയറിയാലോ, ഒരു മയവും കാണത്തില്ല. എന്നാലും കൊല്ലത്തെ ചേച്ചിമാർ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്തുണ്ടാ? ഒരു ജനപ്രതിനിധി അങ്ങനെ പറയാൻ പാടുണ്ടോ? ജനപ്രതിനിധിക്ക് അപ്പൊ ആവാം, പല അടുക്കളയും ഞാൻ പറയട്ടെ, എന്തേലും ഒരു ആവശ്യത്തിന് ഒന്ന് കഥകി മുട്ടി കാണും. അതെ, ആ ആവശ്യം മറ്റുള്ളവരുടെ ഒരിച്ചിരി വെള്ളത്തിനോ അതെ, അല്ലെങ്കിൽ 1-2 വാക്ക് സംസാരിച്ചോ നീ കെട്ടിപ്പൂട്ടി വെച്ചോ, അല്ലെങ്കിൽ നീ അവിടെ ഒഴുക്കി ഒഴിക്കടി എന്നാണ് അയാൾ പറഞ്ഞെന്നാണ് എല്ലാരും പറഞ്ഞു നടക്കുന്നത്. എടോ എനിക്ക് താല്പര്യമില്ല, ഇത്രയും വൃത്തിയുടെ വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. നിയമ നടപടി സ്വീകരിക്കുക, വൃത്തികെട്ട മുഖങ്ങൾ വലിച്ചു കീറുക തന്നെ വേണം. അങ്ങനെയുള്ള സിനിമ വേണ്ടെന്നേ. നല്ല അഭിനേതാക്കളാണ്, ശരി തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ഉള്ളിലെ മൃഗം ഇങ്ങനെയുള്ളതാണെങ്കിലും രാഷ്ട്രീയക്കാരൊന്നും പേര് വന്നില്ല. അതെ, ഭാഗ്യം. വരുത്തണോ? പിന്നെ എന്റെ സഖാക്കളുടെ പേരൊന്നും അതിനകത്തിലില്ല. പോടാ. റേഷൻ കാർഡിലേ ഇല്ല ഇവരുടെ പേര്, പിന്നെയാണോ? ഞാൻ ഒന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. ആലപ്പുഴയിലെ കാര്യവും ഓരോ കാര്യങ്ങളും സ്വന്തം പാർട്ടിയിൽ നമ്മുടെ അമ്മയുടെ കാര്യം പറയുന്നത് കേട്ടോ. അതെ കേട്ടോ, അമ്മയുടെ കാര്യം, കുഞ്ഞമ്മയുടെ കാര്യം, പിന്നെ കുഞ്ഞമ്മയുടെ അമ്മയുടെ നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂട്ടരാജി. ഇനി ചില തലപ്പത്തേക്ക് ചിലർ വരും. ഇനി നിങ്ങൾ ചുമ്മാ അനാവശ്യം പറയരുത്. ഞങ്ങൾ അവരെ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്താ സർക്കാർ പറഞ്ഞിട്ടാണോ രാജിവെച്ച മോഹൻലാൽ കരഞ്ഞോണ്ട് രാജിവെച്ചത്? അല്ലല്ലോ, അത് അവരുടെ നിലപാടില്ല. അതെ, എന്തോ മിളച്ചമായ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾക്ക് വല്ല സ്വപ്നയുടെ പുറകെയോ സരിതയുടെ പുറകെയോ ഒക്കെ നടന്നാൽ മതി. ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. ശരി സുഹൃത്തുക്കളെ, വല്ല ക്ലിപ്പ് വല്ലതും വൃത്തിയിട്ടത് എപ്പോ ശരി.